സക്സസ് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ജോൺ ലോക്കാണ്. ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് ജോൺ ലോക്ക് ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. അബനീന്ദ്രനാഥ് ടാഗോർ. ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം. ആസൂത്രിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. ആരവല്ലി വിന്ധ്യ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ആരവല്ലി വിന്ധ്യ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി മാൾവ പീഠഭൂമിയാണ്. മാൾവ പീഠഭൂമി. ചമ്പാരൻ സമരം ഏത് സംസ്ഥാനത്തിലാണ് നടന്നത്? ചമ്പാരൻ സമരം നടന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാറിലാണ് ചമ്പാരൻ സമരം നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യം നെല്ലാണ്. നെല്ല്. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് എന്നാണ്? ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് 12-നാണ്. 1789 ഓഗസ്റ്റ് 12-നാണ് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്. ഭൂവിനിയോഗ മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിശകലന രീതി. ഭൂവിനിയോഗ മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിശകലന രീതിയാണ് ഓവർലേ വിശകലനം. ഓവർലേ വിശകലനം. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ എന്ന പ്രശസ്തമായ ഗാനം ഏത് സിനിമയിലേതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വിഷുക്കണി. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിന്റെ പേര്. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിന്റെ പേര് പൊലി എന്നാണ്. പൊലി. ലിബറോ എന്ന പദം താഴെ പറയുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന പദം താഴെ പറയുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലിബറോ. ടെന്നീസിലെ ഗോൾഡൻ സ്ലാം പുരസ്കാരം അവസാനം നേടിയ കായിക താരം ആര്? സെറീന വില്യംസ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. ഇടശ്ശേരി. കേരള പഞ്ചായത്ത് മികച്ച പ്രവർത്തനത്തിനുള്ള 2019 സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് പാപ്പിനിശ്ശേരിയാണ്. കേരള സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് ഏതാണ്? പാപ്പിനിശ്ശേരി. 2019. 2022 സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് മുളന്തുരുത്തിയാണ്. മുളന്തുരുത്തി. എറണാകുളം ഡിസ്ട്രിക്റ്റില്. 2019 UN കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി നടന്ന സ്ഥലം മാൻഡ്രിഡിലാണ്. 2022 നടന്നത് ഈജിപ്തിലാണ്. ഈജിപ്ത്. ലോക സമാധാന സൂചിക 2019 റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡ്. 2022 ഐസ്ലാൻഡ് ആണ്. 2019 നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2-ാം സ്ഥാനം നേടിയ ടീം ഏത്?
2019 നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ 2ാം സ്ഥാനം നേടിയത് പഞ്ചാബ്. 2018 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ഓർഗ ടോക്കാർചുക് ആണ്. 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആനി എർണാക്സ് ആണ്. ആനി എർണാക്സ്. സ്വീയിങ് ടീച്ചർ എന്ന തസ്തികയിലേക്കായിട്ട് 2021 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 33/21 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. താങ്ക് യു.